ನಮಸ್ಕಾರ. ಕೆಸಿಎನ್ ಜಿಲ್ಲಾ ವಾರ್ತೆಗಳಿಗೆ ಸ್ವಾಗತ. ಮೊದಲಿಗೆ ಮುಖ್ಯಾಂಶಗಳು. ಕಾಸರಗೋಡು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಎಂಎಲ್ ಅಶ್ವಿನಿ ಬಿಜೆಪಿ ಅಭ್ಯರ್ಥಿಯಾಗಿ ಸ್ಪರ್ಧೆ. ನಿರೀಕ್ಷೆಗಳು ಹಾಗೂ ಊಹೆಗಳ ನಡುವೆ ಅಶ್ವಿನಿಯ ಪ್ರವೇಶವು ಕಾರ್ಯಕರ್ತರಲ್ಲಿ ಸಂಭ್ರಮ. ಕಾಸರಗೋಡು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದ ಯುಡಿಎಫ್ ಅಭ್ಯರ್ಥಿಯಾಗಿ ಆಯ್ಕೆಯಾದ ಕಲ್ಲಟ್ರ ಮಾಹಿನ್ ಹಾಜಿ ಚುನಾವಣಾ ಪ್ರಚಾರವು ಅದ್ದೂರಿಯೊಂದಿಗೆ ಚಾಲನೆ. ಪ್ರಚಾರದ ಭಾಗವಾಗಿ ಕಾಸರಗೋಡಿನಲ್ಲಿ ನಡೆಯಿತು ರೋಡ್ ಶೋ. ಕಣ್ಣೂರು ಅಬ್ದುಲ್ಲಾ ಮಾಸ್ಟರ್ ಮಂಜೇಶ್ವರ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಸ್ವತಂತ್ರ ಅಭ್ಯರ್ಥಿಯಾಗಿ ಚುನಾವಣಾ ಕಣಕ್ಕೆ. ನೀಡಿದ ಭರವಸೆಯನ್ನು ಈಡೇರಿಸುವಲ್ಲಿ ಲೀಗ್ ನಾಯಕತ್ವ ವಿಫಲವಾದ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಮಂಜೇಶ್ವರದ ಪೊಸೋಟು ಸರ್ವಿಸ್ ರಸ್ತೆಯಲ್ಲಿ ತೆರೆದ ಗುಂಡಿಯಿಂದ ನಿರಂತರ ಅಪಾಯ. ಅಧಿಕಾರಿಗಳ ವಿರುದ್ಧ ಸಾರ್ವಜನಿಕರಿಂದ ಆಕ್ರೋಶ. ಕಾಸರಗೋಡು ಶ್ರೀ ಮಲ್ಲಿಕಾರ್ಜುನ ದೇವಸ್ಥಾನದ ವರ್ಷಾವಧಿ ಜಾತ್ರಾ ಮಹೋತ್ಸವಕ್ಕೆ ವಿದ್ಯುಕ್ತವಾದ ಚಾಲನೆ. ಬ್ರಹ್ಮಶ್ರೀ ಉಚ್ಚಿಲ ಪದ್ಮನಾಭ ತಂತ್ರಿ ಕಾರ್ಮಿಕತ್ವದಲ್ಲಿ. ವಾರ್ತೆಗಳು ವಿವರವಾಗಿ. ಕಾಸರಗೋಡು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಎಂಎಲ್ ಅಶ್ವಿನಿ ಬಿಜೆಪಿ ಅಭ್ಯರ್ಥಿಯಾಗಿ ಚುನಾವಣೆಯನ್ನು ಎದುರಿಸಲಿದ್ದಾರೆ. ನಿರೀಕ್ಷೆಗಳು ಹಾಗೂ ಊಹೆಗಳ ನಡುವೆ ಕಾಸರಗೋಡಿನಲ್ಲಿ ಎಂಎಲ್ ಅಶ್ವಿನಿಯ ಪ್ರವೇಶ ಅಚ್ಚರಿ ಮೂಡಿಸಿದೆ. ಗೆಲುವು ಖಚಿತವಾಗಿದ್ದು ಬಹುಮತ ಹೆಚ್ಚಿಸಲು പ്രയത്നിಸುವುದಾಗಿ അശ്വിനി ಕೆಸಿಎನ್ ന്യൂസിಗೆ ತಿಳಿಸಿದರು. പ്രധാനിಯನ್ನು പ്രചാരದಲ್ಲಿ ತೊಡಗಿಸಿಕೊಳ್ಳಲು പ്രയത്നിಸುವುದಾಗಿ ಹೇಳಿದರು. ഞാൻ മഞ്ചേശ്വരക്കാരിയായെങ്കിലും ഞാൻ ഒരു കാസർഗോഡ് ജില്ലാ അധ്യക്ഷ, അതേപോലെ ഞാൻ കാസർഗോഡ് ജില്ലയിൽ തന്നെ 5 വർഷം കൊണ്ട് പൊതുപ്രവർത്തകയായിട്ട് ഫുൾ ടൈം ആയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ ഓരോരോ വീട്ടിലും അശ്വിനി ആരാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് നന്നായിട്ട് പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ അശ്വിനി ഇവിടെ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നിരന്തരമായിട്ടാണ് ഞാൻ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമിൽ പോകുന്നുണ്ട്. ഏത് വീട്ടിൽ വിളിച്ചെങ്കിലും ഞാൻ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അവരെ ഒരു വീടിന്റെ ഒരു അംഗത്വമായിട്ടാണ് ഞാൻ ഇവിടെ ഉള്ളത്. അപ്പോൾ വിജയ പ്രതീക്ഷയുടെ അപ്പുറത്ത് ഞാൻ ഭൂരിപക്ഷം എത്ര കൂട്ടണം എന്നാണ് ഞാനിപ്പോ കൗണ്ട് ആക്കിക്കൊണ്ടുള്ളത്. തീർച്ചയായിട്ടും കാസർഗോഡ് ജനങ്ങൾ ഈ പ്രാവശ്യം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ തിരഞ്ഞെടുക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ബിക്കോസ് ദ പീപ്പിൾ ഓഫ് ദ കാസർഗോഡ് കോൺസ്റ്റിറ്റ്യുവൻസി ദേ നോ മീ പേഴ്സണലി. വർഷങ്ങളായി മുസ്ലിം ലീഗ് കൈയടക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് നിയോജക മണ്ഡലം. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും ആശങ്കകൾ? തീർച്ചയായിട്ടും ഇവിടെ കാസർഗോഡ് ഫോർമേഷൻ ആയ ശേഷം കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ മുസ്ലിം ലീഗാണ് ഇവിടെ MLA മാരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ടും നിരന്തരമായിട്ട് MLA മാരായിട്ടും അതേപോലെ കേന്ദ്രത്തിലും പിന്നെ സ്റ്റേറ്റിലും പോലും അവരെ ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നമ്മൾ നരേന്ദ്രമോദി സർക്കാർ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഡെവലപ്മെന്റ്സ് ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ കാണാൻ സാധിക്കുന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞെങ്കിൽ നാഷണൽ ഹൈവേ ആണ്. ഇവിടെ നമുക്കൊരു MLA പോലും ഇല്ല നമുക്ക്. എന്നാലും കേന്ദ്ര സർക്കാരും നമുക്ക് അതിന്റെ ക്രെഡിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു MLA മാരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡെവലപ്മെന്റ്സിന്റെ എന്താണ് വേഗം വരും എന്ന് ജനങ്ങൾക്ക് തിരിച്ച് അറിയാൻ പറ്റുന്ന ഒരു രീതിക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ജനങ്ങൾ വോട്ട് നൽകും. ജനങ്ങളോട് കാസർഗോട്ടുകാരോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞെങ്കിൽ ഡെവലപ്മെന്റ് ആണ് നമുക്ക് വേണ്ടിയത്. നമുക്ക് ഇനി എത്ര കാലമായിട്ടാണ് ഈ പഴയ കാസർഗോഡ് നോക്കിക്കൊണ്ട് നൽകുന്നത്? നമുക്കൊരു പുതിയ മാറ്റങ്ങൾ വേണ്ടേ? അപ്പോൾ പുതിയ മാറ്റത്തിന് വേണ്ടിയിട്ട് പുതിയ യുഗത്തിന് വേണ്ടിയിട്ട് പുതിയ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടും നിങ്ങൾ ഒരു അവസരം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പൊതുവെ കാസർഗോഡ് മണ്ഡലത്തിൽ ഈ വനിതകൾ മത്സരിക്കുന്നത് കുറവാണ്. അപ്പോൾ താങ്കൾ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ നോക്കുക? കാസർഗോഡ് മണ്ഡലത്തിൽ ഇത് ആദ്യമായിട്ടല്ല വനിത മത്സരിക്കുന്നത്. എന്റെ കാൽ മുമ്പ് ജയലക്ഷ്മി ഭട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഒരു മത്സരമാണ് അത് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം വനിതയോ അല്ലെങ്കിൽ മെന്നോ എന്ന് പറയുന്ന ഡിഫറൻസ് അല്ല. ബിക്കോസ് വനിതയ്ക്ക് കറുത്തുകൂടി കൂടുതലാണ്. ബിക്കോസ് വിമൻ എന്തെങ്കിലും നമ്മൾ സാധന ചെയ്യണമെന്ന് ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വർക്കുകൾ അതേ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. കാസർഗോഡ് ജനതയ്ക്ക് കഴിഞ്ഞ 1.5-2 കൊല്ലമായിട്ട് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ BJP ജില്ലാ പ്രസിഡന്റ് ആയിട്ട് വന്ന ശേഷം നിരവധി വിഷയങ്ങളിൽ ഇടപെട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ ഇടയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നുള്ളത്. അപ്പൊ അത് ഈ പ്രാവശ്യം ഈ ഇലക്ഷനിൽ കൂടി എനിക്ക് നല്ല പോസിറ്റീവായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊക്കെ നേതാക്കൾ കാസർഗോഡേക്ക് പ്രചരണത്തിനായി വരും? പ്രധാനമന്ത്രി അടക്കം എത്താനുള്ള ഒരു സാധ്യത? എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ബിക്കോസ് ഞാൻ ആഗ്രഹിക്കുന്നതാണ് പ്രധാനമന്ത്രി ഇവിടെ വരണം എന്ന്. അപ്പൊ ഈ മെസ്സേജ് അങ്ങോട്ട് എത്തണം, പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. അവസാനമായി ഒരു ചോദ്യം, എന്താണ് നിങ്ങളുടെ BJP യുടെ മുദ്രാവാക്യം? എന്താണ് ഇത്തവണത്തെ?
ഡെവലപ്മെന്റ് ആണ് നമ്മുടെ മുദ്രാവാക്യം. അതല്ലാണ്ട് മതിയായി MLA മാർ നമുക്ക് വേണം വികസനം, നമുക്ക് വേണം സംരക്ഷണം. സോ ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. സോ വി നീഡ് ഡെവലപ്മെന്റ് ഫോർ ദ കാസർഗോഡ് ಅಸೆಂಬ್ಲಿ ಆಲ್ಸೋ. ಕಾಸರಗೋಡು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದ UDF ಅಭ್ಯರ್ಥಿಯಾಗಿ ಆಯ್ಕೆಯಾದ ಕಲ್ಲಟ್ರ ಮಾಹಿನ್ ಹಾಜಿ ಚುನಾವಣಾ ಪ್ರಚಾರವು ಅದ್ದೂರಿಯಾಗಿ ಚಾಲನೆಗೊಂಡಿತು. ಪ್ರಚಾರದ ಭಾಗವಾಗಿ ಕಾಸರಗೋಡಿನಲ್ಲಿ ನಡೆದ ರೋಡ್ ಶೋ ಮನಮೋಹಕವಾಗಿ ಮೂಡಿಬಂತು. ಕಾಸರಗೋಡು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದ UDF ಅಭ್ಯರ್ಥಿಯಾಗಿ ಕಲ್ಲಟ್ರ ಮಾಯಿನ್ ಹಾಜಿ ಅವರನ್ನು ಘೋಷಣೆ ಮಾಡಿದ ಬಳಿಕ ಕಾಸರಗೋಡಿಗೆ ಆಗಮಿಸಿದ ಕಲ್ಲಟ್ರ ಮಾಯಿನ್ ಹಾಜಿ ಅವರನ್ನು ರೈಲ್ವೆ ನಿಲ್ದಾಣದಲ್ಲಿ ಮುಖಂಡರು ಹಾಗೂ ನೂರಾರು ಕಾರ್ಯಕರ್ತರು ಸ್ವಾಗತಿಸಿದರು. ಬಳಿಕ ಮಾಲಿಕ್ ದಿನರ್ ಮಖಂನಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಸಲ್ಲಿಸಲಾಯಿತು. ತಳಂಗರದಲ್ಲಿ ಮುಸ್ಲಿಂ ಲೀಗ್ ಕಾರ್ಯಕರ್ತರು ಅವರನ್ನು ಸ್ವಾಗತಿಸಿದರು. ಬುಧವಾರ ಬೆಳಿಗ್ಗೆ ಪ್ರಮುಖ ನಾಯಕರನ್ನು ಭೇಟಿ ಮಾಡಿ ಮಾತುಕತೆ ನಡೆಸಿದರು. ಮಾಜಿ ಸಚಿವ ಹಾಗೂ ಮುಸ್ಲಿಂ ಲೀಗ್ ನಾಯಕ ಚೆರ್ಕಳ ಅಬ್ದುಲ್ಲಾ ಅವರ ಮನೆಗೆ ಆಗಮಿಸಿದಾಗ ಮಾಯಿನ್ ಹಾಜಿ ಅವರನ್ನು ಕುಟುಂಬ ಸದಸ್ಯರು ಸ್ವಾಗತಿಸಿದರು. ಸಂಜೆ ಕಾಸರಗೋಡಿನ ಹೊಸ ಬಸ್ ನಿಲ್ದಾಣದಲ್ಲಿ ರೋಡ್ ಶೋ ನಡೆಸಲಾಯಿತು. ನೂರಾರು ವಾಹನಗಳ ಜೊತೆಗೂಡಿ ನಡೆದ ರೋಡ್ ಶೋ ನಗರವನ್ನು ಶೋಭೆಗೊಳಿಸಿತು. ರಸ್ತೆ ಬದಿಯಲ್ಲಿ ವೀಕ್ಷಿಸುತ್ತಿದ್ದ ಜನರಿಗೆ ಮಾಯಿನ್ ಹಾಜಿ ಕೈಬೀಸಿ ಸ್ವಾಗತಿಸಿದರು. ಶಾಸಕ ಎನ್ ನೆಲ್ಲಿಕೊನ್ನು, ಮುಸ್ಲಿಂ ಲೀಗ್ ಜಿಲ್ಲಾ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಎ ಅಬ್ದುಲ್ ರೆಹಮಾನ್, ಉಪಾಧ್ಯಕ್ಷರಾದ ಎ ಕಡವತ್, ಕೆಇ ಬಕರ್, ಕಾರ್ಯದರ್ಶಿ ಅಬ್ದುಲ್ಲಾ ಕುಂಜಿ ಚೆರ್ಕಳ, ಮಂಡಲ ಮುಸ್ಲಿಂ ಲೀಗ್ ಅಧ್ಯಕ್ಷ ಮಾಹಿನ್ ಕೇಲೋಟ್, ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ TM ಇಕ್ಬಾಲ್, ನಗರಸಭೆ ಮುಸ್ಲಿಂ ಲೀಗ್ ಅಧ್ಯಕ್ಷ KM ಬಶೀರ್, ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಹಮೀದ್ ಬೆದಿರಾ, UDF ಜಿಲ್ಲಾ ಸಂಪರ್ಕ ಸಮಿತಿ ಕಾರ್ಯದರ್ಶಿ ಅಡ್ವೊಕೇಟ್ ಎ ಗೋವಿಂದನ್ ನಾಯರ್, KPCC ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳಾದ ಕೆ ನೀಲಕಂಠನ್, ಹಕೀಂ ಕುನಿಲ್, DCC ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳಾದ ಬಾಲಕೃಷ್ಣನ್ ಪೆರಿಯಾ, ಸಜೀದ್ ಮೌವಲ್ ಮುಂತಾದವರು ಉಪಸ್ಥಿತರಿದ್ದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಕಾಸರಗೋಡು. ಕಣ್ಣೂರು ಅಬ್ದುಲ್ಲಾ ಮಾಸ್ಟರ್ ಮಂಜೇಶ್ವರ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಸ್ವತಂತ್ರ ಅಭ್ಯರ್ಥಿಯಾಗಿ ಸ್ಪರ್ಧಿಸಿದರೆ ಅದು ಮುಸ್ಲಿಂ ಲೀಗಿಗೆ ತಲೆನೋವಾಗುತ್ತದೆಯೇ ಎಂಬ ಪ್ರಶ್ನೆ ಉದ್ಭವಿಸಿದೆ. ತಮಗೆ ನೀಡಿದ ಭರವಸೆಯನ್ನು ಈಡೇರಿಸುವಲ್ಲಿ ಲೀಗ್ ನಾಯಕತ್ವ ವಿಫಲವಾಗಿದೆ ಎಂದು ಉಲ್ಲೇಖಿಸಿ ಮಂಜೇಶ್ವರದಲ್ಲಿ ಕಣ್ಣೂರು ಅಬ್ದುಲ್ಲಾ ಮಾಸ್ಟರ್ ಸ್ಪರ್ಧಿಸುತ್ತಿದ್ದಾರೆ. ಕನಿಷ್ಠ 2000 ಮತಗಳನ್ನು ಪಡೆಯುವ ಭರವಸೆ ಇದೆ ಎಂದು ಕಣ್ಣೂರು ಅಬ್ದುಲ್ಲಾ ಮಾಸ್ಟರ್ KCN ನ್ಯೂಸ್ಗೆ ತಿಳಿಸಿದರು. 2011 ഖത്തറിൽ സർക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പാറക്കൽ അബ്ദുല്ലാൻ്റെ മുത്താപ്പാൻ്റെ 2 മക്കൾ ഫസലും സിറാജും ഫയർ ആൻഡ് സേഫ്റ്റി എന്നൊരു ബിസിനസ് ആരംഭിച്ചിരുന്നു. ആ ബിസിനസ്സിൽ എൻ്റെ മകൻ ഷെയർ കൊടുക്കുകയും എൻ്റെ മകൻ്റെ കെയർ ഓഫിലായിട്ട് കുറേ ആളുകൾ 1,18,00,000 രൂപ നിക്ഷേപിക്കുകയും ചെയ്തു. ആ സമയത്താണ് എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞത് 2013. അങ്ങനെ 10 ദിവസത്തെ ലീവിന് അവന് നാട്ടിലേക്ക് വന്നു. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അവർ കമ്പനി പൂട്ടി ഖത്തറിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. തുടർന്ന് മകൻ തിരിച്ചു വന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവർ തരാമെന്ന് പറഞ്ഞു. പിന്നെ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അങ്ങനെ വടകരയിൽ വെച്ച് പാറക്കൽ അബ്ദുള്ളാൻ്റെ നേതൃത്വത്തിൽ വടകര ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു യോഗം ചേർന്ന് ചർച്ച നടത്തുകയും ആ ചർച്ച അലസിപ്പിരിക്കുകയും ചെയ്തു. ഞങ്ങൾ തിരിച്ചു വന്നു. തുടർന്നാണ് ഞങ്ങൾ പല പ്രാവശ്യം മുസ്ലിം ലീഗിൻ്റെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ PK ഫിറോസ്, നജീബ് കാന്തപുരം തുടങ്ങിയ ആളുകളൊക്കെ കണ്ട് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു. അവരൊക്കെ പരിഹാരം കാണാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് ആരും ആ ഉറപ്പ് പാലിച്ചില്ല. ആ ഇടയിലാണ് BB അബ്ദുൾ റസാഖ് മരണപ്പെട്ട സാഹചര്യത്തിൽ ബൈ-ഇലക്ഷൻ വന്നു. MC കമറുദ്ദീൻ അവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അപേക്ഷ കൊടുത്തു. ഈ അപേക്ഷ നോമിനേഷൻ സ്വീകരിച്ച സമയത്താണ് MC കമറുദ്ദീൻ്റെ തെരഞ്ഞെടുപ്പ് സംഘാടക സമിതി ഉപ്പളയിൽ വെച്ച് നടന്നതെന്ന് കുഞ്ഞാലിക്കുട്ടിയും ET ബഷീറും KPA മജീദെല്ലാം വന്നിരുന്നു. അങ്ങനെ വൈകുന്നേരം എൻ്റെ നോമിനേഷൻ സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ MC കമറുദ്ദീൻ വിളിച്ചവർക്ക് അറിയിക്കുകയും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ A അബ്ദുറഹ്മാൻ ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്നെ വിളിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കാണണമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ കാസർഗോഡ് നോമിനേഷൻ കൊടുത്ത് വന്നതാണ്, വിഷമമുണ്ട്, അല്ല നിങ്ങൾ വരണം, ഇന്ന് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും, നിങ്ങൾ 5 മണിയാകുമ്പോൾ വന്നാൽ മതി എന്ന്. അങ്ങനെ ഞാനും മകനും എൻ്റെ മരുമനും കൂടി റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു. അവിടെ VIP റൂമിൽ വെച്ച് ചർച്ച നടത്തി. ചർച്ചയിൽ ആൾ എന്നോട് പറഞ്ഞത്, മാഷേ ഞാൻ കുഞ്ഞാലിക്കുട്ടിയാണ്, ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ നടപ്പിലാക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണം, നിങ്ങൾ നോമിനേഷൻ പിൻവലിക്കണം, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഒരു കാര്യം പറയുമ്പോൾ ഒരു മുസ്ലിം ലീഗുകാരനെ ഞാൻ അത് അവിശ്വസിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി ഞാനത് വിശ്വസിച്ചു. ഞാനത് നോമിനേഷൻ പിറ്റേന്ന് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ രാത്രി 10 മണിക്ക് എന്നെ വിളിച്ചയാൾ ഞാൻ വേണ്ടി പിൻവലിക്കും, നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കുന്നു പറഞ്ഞു. അങ്ങനെ രാവിലെ 10 മണിയാകുമ്പോൾ അയാൾ വീണ്ടും വിളിച്ചു, ഞാനിതാ പുറപ്പെടുന്നുണ്ട്,
ഞാനിപ്പോൾ കളക്ടറേറ്റിലാണ് പോകുന്നത്, ഏതാനും നിമിഷത്തിനും എത്തി പിൻവലിക്കുന്നറിഞ്ഞു. അങ്ങനെ കളക്ടറേറ്റ് എത്തിയപ്പോൾ അവിടെ മുസാബി ചെർക്കളെ കാണുന്നു, അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി. മുസാബി ചെർക്കളം ഇയാളൊരു ദൂതനായിട്ട് വന്നു എന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഞാൻ പിൻവലിക്കുന്നതില്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. അങ്ങനെ കളക്ടറേറ്റ് എത്തിയപ്പോൾ 10:45 എനിക്ക് വീണ്ടും കുഞ്ഞാലിക്കുട്ടീൻ്റെ ഫോൺ വന്നു. അപ്പോൾ ഞാൻ കളക്ടറേറ്റിലുണ്ട്. അപ്പോൾ എന്നോട് വെച്ച് വേറെ ആരുണ്ട് മുസാബി ചെർക്കുള്ളൂ. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്നത് ഞാൻ കുറേ നേരം അയാൾ വിളിച്ചു പറഞ്ഞു. 11:30 മണിയാകുമ്പോൾ ഞാൻ പിൻവലിച്ചിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ പിൻവലിച്ചു, എൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിക്കണമെന്ന്. തീരുമാനിക്കും, തീർച്ചയായും തീരുമാനിക്കും. അപ്പോൾ MC കമറുദ്ദീൻ്റെ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ എല്ലാ MLA-മാർ മഞ്ചേശ്വരം മണ്ഡലത്തിലും ഫീൽഡ് നടത്തുകയാണ്, പാർക്കൽ അബ്ദുള്ള അടക്കമുണ്ട്. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒരു ദിവസം പിന്നെ ഈ നുള്ളിപ്പാടിലെ ഹൈവേ കാസ്റ്റയിൽ അവരാണ് താമസിക്കുന്നത്, അടുത്തേക്ക് ഞങ്ങളെ വിളിച്ചു. ഞാനും എൻ്റെ മകനും ഞങ്ങളെ പ്രതിനിധിയായിട്ട് ചെയ്ത ഹാദി തങ്ങളും എൻ്റെ മരുമകനും അടക്കം ഞങ്ങൾ പോയി. അവിടെ കുഞ്ഞാലിക്കുട്ടിയും പാറക്കൽ അബ്ദുള്ളൻ്റെ ഒരു ബോസ് പോക്കറും പിന്നെ ഇങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് കാര്യം ചോദിച്ചു എൻ്റെ മകനോട്. മകൻ പറഞ്ഞു ഇത്ര പൈസ എന്നെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു വലിയ പൈസയാണല്ലോ, 1,18,00,000 രൂപ, അതിപ്പോൾ മാനമായിട്ട് അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പാറക്കൽ അബ്ദുള്ളനോട് പറഞ്ഞു. അങ്ങനെ പറയുന്നതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട അയ്യാ തലങ്കര ആ സദസ്സിലേക്ക് കയറി വന്നു. അങ്ങനെ അവസാനം പാറക്കൽ അബ്ദുള്ള പറഞ്ഞു ആ കുട്ടീൻ്റെ അടുത്ത് പൈസയില്ല, എന്ത് ചെയ്യണം? അതൊന്നും പറഞ്ഞാൽ പറ്റൂല, നിങ്ങൾ ആ കുട്ടിയിൽ നിന്ന് കുട്ടീൻ്റെ കുടുംബത്തിൽ നിന്ന് പരമാവധി സ്വരൂപിക്കണം, ബാക്കി നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് മാനമായ നിലയിലുള്ള പൈസ കൊടുക്കും. ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ടില്ല, നല്ലൊരു പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് ഒത്തുപോയിട്ട് ലിഫ്റ്റിൽ കയറുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ വിളിച്ച് പറഞ്ഞ് മാഷെ ഇങ്ങോട്ട് വാ, അവർ പൈസ തന്നില്ലെങ്കിൽ എന്നോട് നിങ്ങൾ പറയണം, ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരുന്നു. ആ പറഞ്ഞിട്ട് 7 കൊല്ലമായി. അതിൻ്റെ ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ നോക്കുന്നില്ല, പരാതി അയച്ചാൽ അത് സ്വീകരിക്കുന്നില്ല, അത് നോക്കുന്നില്ല, ഒരു മറുപടിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ ഈ ടൂറിസ്റ്റ് ഹോമിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുന്നറിഞ്ഞ് ഞങ്ങളും എൻ്റെ മകനും ഞങ്ങളെല്ലാവരും വന്ന് കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു നിങ്ങൾ ഒത്ത പൈസ കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടിയിട്ടില്ല, എന്നാൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ പൈസ നിങ്ങൾക്ക് വാങ്ങിത്തരും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ കുഞ്ഞാലിക്കുട്ടി 7 വർഷമായി ഒരു വിഷയമില്ല, കാണാൻ പറ്റുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ നോക്കുന്നില്ല, ഒരു ഫോൺ വിളിച്ചാലും എടുക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ വീണ്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി പറ്റിച്ച സാഹചര്യത്തിൽ അതിൻ്റെ പ്രതിഷേധം കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ എല്ലാമാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ പറ്റിച്ചത് കൊണ്ട് ഞങ്ങൾ അതിന് ഒരു പ്രതിഷേധം നിൽക്കാണ് മറ്റന്നാൾ അടുത്ത മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ സ്വതന്ത്രനായിട്ട് തീരുമാനിച്ചു. ಮಂಜೇಶ್ವರ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯ ಪೊಸೋಟು ಸೇತುವೆಗೆ ತಾಗಿಕೊಂಡಿರುವ ಸರ್ವಿಸ್ ರಸ್ತೆಯಲ್ಲಿ ಅಧಿಕಾರಿಗಳ ನಿರ್ಲಕ್ಷ್ಯಕ್ಕೆ ಸಾರ್ವಜನಿಕರು ಬಲಿಯಾಗುತ್ತಿದ್ದಾರೆ. ನೀರು ಪೋಲಾಗುವುದನ್ನು ತಡೆಯಲು ತಿಂಗಳುಗಳ ಹಿಂದೆ ತೋಡಲಾದ ಗುಂಡಿಯನ್ನು ಇದುವರೆಗೆ ಮುಚ್ಚದ ಕಾರಣ ಈ ಪ್ರದೇಶವು ಈಗ ಅಪಘಾತಗಳ ತಾಣವಾಗಿ ಮಾರ್ಪಟ್ಟಿದೆ. ಮಂಜೇಶ್ವರ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯ ಪೊಸಟು ಸೇತುವೆಗೆ ತಾಗಿಕೊಂಡಿರುವ ಸರ್ವಿಸ್ ರಸ್ತೆಯಲ್ಲಿ ಅಧಿಕಾರಿಗಳ ನಿರ್ಲಕ್ಷ್ಯಕ್ಕೆ ಸಾರ್ವಜನಿಕರು ಬಲಿಯಾಗುತ್ತಿದ್ದಾರೆ. ನೀರು ಪೋಲಾಗುವುದನ್ನು ತಡೆಯಲು ತಿಂಗಳುಗಳ ಹಿಂದೆ ತೋಡಲಾದ ಗುಂಡಿಯನ್ನು ಇದುವರೆಗೆ ಮುಚ್ಚದ ಕಾರಣ ಈ ಪ್ರದೇಶವು ಈಗ ಅಪಘಾತಗಳ ತಾಣವಾಗಿ ಮಾರ್ಪಟ್ಟಿದೆ. ಕೆಲವು ತಿಂಗಳುಗಳ ಹಿಂದೆ ಈ ಸರ್ವಿಸ್ ರಸ್ತೆಯ ಅಡಿಯಲ್ಲಿ ಹಾದು ಹೋಗುವ ಜಲಮಂಡಳಿಯ ಪೈಪ್ ಲೈನ್ ಒಡೆದು ನೀರು ಪೋಲಾಗುತ್ತಿತ್ತು. ಇದನ್ನು ದುರಸ್ತಿ ಮಾಡುವ ಸಲುವಾಗಿ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಗೆ ತೀರಾ ಹತ್ತಿರದಲ್ಲೇ ದೊಡ್ಡ ಗುಂಡಿಯೊಂದನ್ನು ನಿರ್ಮಿಸಲಾಗಿತ್ತು. ಆದರೆ ದುರಸ್ತಿ ಕಾರ್ಯ ಮುಗಿದ ಬಳಿಕವೂ ಗುಂಡಿಯನ್ನು ಸರಿಯಾಗಿ ಮುಚ್ಚದೆ ಹಾಗೆಯೇ ಬಿಡಲಾಗಿದೆ. ಸರ್ವಿಸ್ ರಸ್ತೆಯು ಕಿರಿದಾಗಿರುವುದರಿಂದ ಹಾಗೂ ಈ ಗುಂಡಿಯು ರಸ್ತೆಯ ತಿರುವಿನಲ್ಲೇ ಇರುವುದರಿಂದ ವಾಹನ ಸವಾರರಿಗೆ ಇದು ಸರಿಯಾಗಿ ಗೋಚರಿಸುತ್ತಿಲ್ಲ. ದ್ವಿಚಕ್ರ ವಾಹನ ಸವಾರರು ರಾತ್ರಿಯ ಸಮಯದಲ್ಲಿ ಬೆಳಕಿನ ವ್ಯವಸ್ಥೆ ಇಲ್ಲದೆ ಸವಾರರು ಗುಂಡಿಗೆ ಬಿದ್ದು ಗಾಯಗೊಳಗಾಗುತ್ತಿರುವ ಘಟನೆಗಳು ನಿತ್ಯ ದರ್ಶನವಾಗಿದೆ. ಶಾಲಾ ಮಕ್ಕಳು ಹಾಗೂ ಹಿರಿಯ ನಾಗರಿಕರು ಈ ರಸ್ತೆಯಲ್ಲಿ ಸಂಚರಿಸಲು ಜೀವಭಯ ಅನುಭವಿಸಬೇಕಾಗುತ್ತದೆ. ಗುಂಡಿಯನ್ನು ತಪ್ಪಿಸಲು ವಾಹನಗಳು ಹಠಾತ್ತಾಗಿ ಬ್ರೇಕ್ ಹಾಕುವುದರಿಂದ ಈ ಭಾಗದಲ್ಲಿ ಸಂಚಾರ ದಟ್ಟಣೆಯೂ ಉಂಟಾಗುತ್ತಿದೆ. ಸಣ್ಣದೊಂದು ದುರಸ್ತಿಗಾಗಿ ತೋಡಿದ ಗುಂಡಿಯನ್ನು ಮುಚ್ಚಲು ತಿಂಗಳುಗಳ ಕಾಲ ಕಾಯಬೇಕಾಗಿರುವುದು ಆಡಳಿತ ವ್ಯವಸ್ಥೆಯ ವೈಫಲ್ಯವನ್ನು ತೋರಿಸುತ್ತದೆ. ಇಲ್ಲಿ ನಿತ್ಯವೂ ಅಪಘಾತಗಳಾಗುತ್ತಿದ್ದರೂ ಅಧಿಕಾರಿಗಳು ಕಣ್ಣು ಮುಚ್ಚಿಕೊಳ್ಳುತ್ತಿದ್ದಾರೆ ಎಂದು ಸ್ಥಳೀಯ ನಿವಾಸಿಗಳು ಆಕ್ರೋಶ ವ್ಯಕ್ತಪಡಿಸುತ್ತಿದ್ದಾರೆ. ಈ ಕೂಡಲೇ ಸಂಬಂಧಪಟ್ಟ ಇಲಾಖೆಯವರು ಎಚ್ಚೆತ್ತುಕೊಂಡು ಈ ಗುಂಡಿಯನ್ನು ಮುಚ್ಚದಿದ್ದರೆ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ದೊಡ್ಡ ಮಟ್ಟದ ಅನಾಹುತ ಸಂಭವಿಸುವ ಸಾಧ್ಯತೆ ಇದೆ. ಸ್ಥಳೀಯರು ಈ ಬಗ್ಗೆ ಪ್ರತಿಭಟನೆ ನಡೆಸುವ ಎಚ್ಚರಿಕೆಯನ್ನು ನೀಡಿದ್ದಾರೆ. ഇത് പൊസോട്ട് മൽഹർ പാലത്തിനടുത്തുള്ള അവസ്ഥയാണിത്. 1.5 മാസം മുമ്പ് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് തുറന്നപ്പോൾ പൈപ്പ് ഡാമേജ് ആയിട്ട്
റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആദ്യം പൈപ്പ് ലൈന് ടെസ്റ്റിന് വേണ്ടിയിട്ട് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ പൈപ്പ് തുറന്നപ്പോൾ ഇവിടെ JCBയിൽ പണിയെടുക്കുമ്പോൾ മുമ്പ് പൈപ്പ് പൊട്ടിയിരുന്നു. അപ്പോൾ ഒരു 3-4 മണിക്കൂറോളം ഇങ്ങനെ വെള്ളം വന്നിട്ട് ഈ അവസ്ഥയിൽ ആയിപ്പോയി. അവർ വന്നിട്ട് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് പോയവർ തിരിച്ച് അവർ ഈ 1.5 മാസത്തിൽ പറയുമ്പോൾ നാളെ വരാമെന്ന് പറയുന്നു. ഈ ബന്ധപ്പെട്ടവർക്ക് കുറേ പ്രാവശ്യം ഹൈവേൻ്റെ അവർക്കെല്ലാം ഞങ്ങൾ വിളിച്ചു. ഇവിടെ എപ്പോഴും നോക്കുമ്പോൾ ആക്സിഡൻ്റ് ആകുന്നുണ്ട് ഈ സ്ഥലം. അത് ഈ ഫോട്ടോത്തിൽ കാണാം എങ്ങനെ ആക്സിഡൻ്റ് ആകുന്നത്. ഇങ്ങോട്ടൊന്നും വരുമ്പോൾ ഇവിടെ ഇത് കൺട്രോൾ കിട്ടുന്നില്ല. എത്രയോ സ്കൂട്ടറുടെ സ്കിഡായിട്ട് വീണിട്ട്. ഇത് ബന്ധപ്പെട്ടവർ ഇതിനെ നടപടിയെടുക്കുന്നുണ്ടോ ഇല്ലയോ? ಅಬ್ದುರ್ರಹಮಾನ್ ಉದ್ಯಾವರ, ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಂಜೇಶ್ವರ. ಕಾಸರಗೋಡು ಶ್ರೀ ಮಲ್ಲಿಕಾರ್ಜುನ ದೇವಸ್ಥಾನದ ವರ್ಷಾವಧಿ ಜಾತ್ರಾ ಮಹೋತ್ಸವಕ್ಕೆ ಧ್ವಜಾರೋಹಣದೊಂದಿಗೆ ಪ್ರಾರಂಭವಾಯಿತು. ಬ್ರಹ್ಮಶ್ರೀ ಉಚ್ಚಿಲ ಪದ್ಮನಾಭ ತಂತ್ರಿ ಕಾರ್ಮಿಕತ್ವದಲ್ಲಿ 5 ದಿನಗಳ ಕಾಲ ಮಹೋತ್ಸವ ನಡೆಯಲಿದೆ. ಕಾಸರಗೋಡು ಶ್ರೀ ಮಲ್ಲಿಕಾರ್ಜುನ ದೇವಸ್ಥಾನದ ವರ್ಷಾವಧಿ ಜಾತ್ರಾ ಮಹೋತ್ಸವದ ಧ್ವಜಾರೋಹಣವು ಶ್ರದ್ಧಾಭಕ್ತಿಯ ವಾತಾವರಣದಲ್ಲಿ ಜರುಗಿತು. ಬೆಳಗ್ಗೆ ಕ್ಷೇತ್ರದಲ್ಲಿ ಗಣಪತಿ ಹೋಮ, ಉಷಾ ಪೂಜೆಯೊಂದಿಗೆ ಮಹೋತ್ಸವಕ್ಕೆ ಚಾಲನೆ ದೊರಕಿತು. ಉಚ್ಚಿಲ ಪದ್ಮನಾಭ ತಂತ್ರಿ ಕಾರ್ಮಿಕತ್ವದಲ್ಲಿ ವಿವಿಧ ಧಾರ್ಮಿಕ, ವೈದಿಕ, ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ಮಾರ್ಚ್ 19ರಿಂದ ಪ್ರಾರಂಭವಾಗಿ 23ರವರೆಗೆ ಜಾತ್ರಾ ಮಹೋತ್ಸವ ನಡೆಯಲಿದೆ. ಗುರುವಾರ ಸಂಜೆ ವಿದುಷಿ ಅಂಕಿತಾ ಬದಿಯಡ್ಕ ತಪಸ್ಯ ನಾಟ್ಯಾಲಯ ಬದಿಯಡ್ಕದವರಿಂದ ಭರತನಾಟ್ಯ ನಡೆಯಲಿದೆ. ಶುಕ್ರವಾರದಂದು ವಾಣಿಶ್ರೀ ಕಾಸರಗೋಡು ಬಳಗದವರಿಂದ ಸಂಗೀತ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿದೆ. ಶನಿವಾರದಂದು ಆಕಾಶವಾಣಿ, ದೂರದರ್ಶನ ಹಾಗೂ ಎದೆತುಂಬಿ ಹಾಡುವೇನು ಖ್ಯಾತಿಯ BP ಗೋಪಾಲಕೃಷ್ಣ ಹಾಗೂ ಬಳಗದವರಿಂದ ಭಕ್ತಿ ರಸಮಂಜರಿ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿದೆ. ಬಳಿಕ ದೇವಾಲಯದಲ್ಲಿ ನಡುದೀಪೋತ್ಸವ ಜರುಗಲಿರುವುದು. ಆದಿತ್ಯವಾರದಂದು ಸಂಜೆ ಶ್ರೀ ಪುರಂದರದಾಸ ಸಂಗೀತ ಕಲಾಮಂದಿರ ಕಾಸರಗೋಡು ಇವರಿಂದ ಸಂಗೀತ ಕಚೇರಿ ನಡೆಯಲಿದೆ. ನೃತ್ಯ ನೂಪುರ ಕಾಸರಗೋಡು ಬಳಗದವರಿಂದ ನೃತ್ಯ ಸಂಧ್ಯಾ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿದೆ. ಬಳಿಕ ಉತ್ಸವ ಬಲಿ, ಕಟ್ಟೆಪೂಜೆ, ಕರಂದಕಾಡು ಬೇಡಿಕಟ್ಟೆಯಲ್ಲಿ ವಿಶೇಷ ಪೂಜೆ, ಉತ್ಸವ ನಡೆಯಲಿದೆ. ಸೋಮವಾರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ, ಶಯನೋದ್ಘಾಟನೆ, ಮಹಾಭಿಷೇಕ, ಮಹಾಪೂಜೆ ನಡೆಯಲಿದೆ. ಸಂಜೆ ವಿಠಲ ನಾಯಕ್ ಹಾಗೂ ಸಂಘ ಪುತ್ತೂರು ಇವರಿಂದ ಗೀತ ಸಾಹಿತ್ಯ ಸಂಭ್ರಮ ನಡೆಯಲಿದೆ. ಬಳಿಕ ಗುರುರಾಜ್ ಕಾಸರಗೋಡು ಬಳಗದವರಿಂದ ಸಾಂಸ್ಕೃತಿಕ ಕಲಾವೈಭವ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿದೆ. ಧ್ವಜಾವರೋಹಣದೊಂದಿಗೆ ಮಹೋತ್ಸವ ಸಮಾಪ್ತಿಗೊಳ್ಳಲಿದೆ. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡು. ರಂಜಾನ್ ತಿಂಗಳ ಉಪವಾಸದ ನಂತರ ಸವಿಯುವ ಇಫ್ತಾರ್ ಗಂಜಿಗೆ ಅದರದ್ದೇ ಆದ ವಿಶೇಷತೆ ಇದೆ. ಆದರೆ ಮಂಜೇಶ್ವರದ ಉದ್ಯಾವರ ಪರಿಸರದ ಮೈಮೂನಾ ಮಸೀದಿಯಲ್ಲಿ ತಯಾರಾಗುವ ಮೆತ್ತೆ ಗಂಜಿಯ ರುಚಿಯೇ ಬೇರೆ. ಈ ಅಪರೂಪದ ರುಚಿಯ ಹಿಂದೆ ಒಬ್ಬ ವ್ಯಕ್ತಿಯ 50 ವರ್ಷಗಳ ಅವಿರತ ಶ್ರಮ ಹಾಗೂ ನಿಷ್ಠೆ ಇದೆ. ಅವರೇ ಉದ್ಯಾವರ ಹಾಗೂ ಮಂಜೇಶ್ವರ ಪರಿಸರದಲ್ಲಿ ಅಬ್ದುಲ್ಲಚ್ಚ ಎಂದೇ ಖ್ಯಾತವಾಗಿರುವ ಅಬ್ದುಲ್ಲಾ. ರಂಜಾನ್ ತಿಂಗಳ ಉಪವಾಸದ ಬಳಿಕ ಸವಿಯುವ ಇಫ್ತಾರ್ ಗಂಜಿಗೆ ಅದರದ್ದೇ ಆದ ವಿಶೇಷತೆ ಇದೆ. ಆದರೆ ಮಂಜೇಶ್ವರದ ಉದ್ಯಾವರ ಪರಿಸರದ ಮೈಮೂನಾ ಮಸೀದಿಯಲ್ಲಿ ತಯಾರಾಗುವ ಮೆಂತೆ ಗಂಜಿಯ ರುಚಿಯೇ ಬೇರೆ. ಈ ಅಪರೂಪದ ರುಚಿಯ ಹಿಂದೆ ಒಬ್ಬ ವ್ಯಕ್ತಿಯ 50 ವರ್ಷಗಳ ಅವಿರತ ಶ್ರಮ ಹಾಗೂ ನಿಷ್ಠೆ ಇದೆ. ಅವರೇ ಉದ್ಯಾವರ ಹಾಗೂ ಮಂಜೇಶ್ವರ ಪರಿಸರದಲ್ಲಿ ಅಬ್ದುಲ್ಲಾ ಇಚ್ಚ ಎಂದು ಖ್ಯಾತಿಯಾಗಿರುವ ಅಬ್ದುಲ್ಲಾ. ಸರಿಯಾಗಿ 1976-77ರ ಕಾಲಘಟ್ಟದಲ್ಲಿ ಮೈಮೂನಾ ಮಸೀದಿಗೆ ಮೆಂತೆಗಂಜಿ ತಯಾರಿಸಲು ಆಹ್ವಾನಿಸಲ್ಪಟ್ಟ ಅಬ್ದುಲ್ಲಾ ಅವರು ಅಂದಿನಿಂದ ಇಂದಿನವರೆಗೂ ಅಂದರೆ ಸತತ 50 ವರ್ಷಗಳಿಂದ ಅದೇ ಉತ್ಸಾಹದೊಂದಿಗೆ ಈ ಸೇವೆಯನ್ನು ಮುಂದುವರಿಸಿಕೊಂಡು ಬಂದಿದ್ದಾರೆ. ಕೇವಲ ಒಂದು ಅಡುಗೆಯಾಗಿ ಆರಂಭವಾದ ಇವರ ಪಯಣ ಇಂದು ಮಸೀದಿಯ ಅವಿಭಾಜ್ಯ ಅಂಗವಾಗಿ ಬೆಳೆದಿದೆ. ಅಬ್ದುಲ್ಲಾ ಇಚ್ಚ ತಯಾರಿಸುವ ಮೆಂತೆಗಂಜಿಯ ರುಚಿ ಎಷ್ಟು ಅದ್ಭುತವೆಂದರೆ ಇದನ್ನು ಸವಿಯಲೆಂದೇ ಮಸೀದಿಗೆ ಭಕ್ತರ ಮಹಾಪೂರವೇ ಹರಿದು ಬರುತ್ತದೆ. ಈ ಗಂಜಿಯ ಅಸಲಿ ರಹಸ್ಯವೇನು ಎಂಬುದು ಇಂದಿಗೂ ನಿಗೂಢ.
ಅದು ಇವರ ಕೈಗುಣವೋ ಅಥವಾ ಅವರು ಹಾಕುವ ಪ್ರೀತಿಯೋ ಗೊತ್ತಿಲ್ಲ. ಆದರೆ ಈ ಗಂಜಿಯ ರುಚಿ ಮಾತ್ರ ಬೇರೆಲ್ಲೂ ಸಿಗುವುದಿಲ್ಲ ಎನ್ನುತ್ತಾರೆ ಇಲ್ಲಿಗೆ ಬರುವ ಜನರು. ಕೇವಲ ಲಾಭಕ್ಕಾಗಿ ಮಾಡುವ ಕೆಲಸ ಇದಲ್ಲ. ಅಬ್ದುಲ್ಲಾ ಇಚ್ಚಾ ಅವರು ಕಳೆದ 5 ದಶಕಗಳಿಂದ ಈ ಕಾರ್ಯವನ್ನು ಒಂದು ಸೇವೆಯ ರೂಪದಲ್ಲಿ ಮಾಡುತ್ತಾ ಬಂದಿದ್ದಾರೆ. ಸಮಾಜದ ಎಲ್ಲ ವರ್ಗದ ಜನರು ಮೆಚ್ಚುವಂತೆ ಗಂಜಿ ತಯಾರಿಸುವುದು ಮತ್ತು ಅದನ್ನು ಇಫ್ತಾರ್ സമയದಲ್ಲಿ ಪ್ರೀತಿಯಿಂದ ಉಣಬಡಿಸುವುದು ಅವರ ಬದುಕಿನ ಸಂಭ್ರಮವಾಗಿದೆ. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്നത് 50 വർഷമായി ഇവിടെ എനിക്കിപ്പോൾ 56 വർഷമായി. അപ്പോൾ ഞാൻ 50 വർഷത്തിൽ കാണുന്നുണ്ട്. പിന്നെ അയാൾ ഒരു നേരായ മനുഷ്യൻ. കഞ്ഞി ഭയങ്കര സൂപ്പർ, വെറുതെ കുടിച്ച കഞ്ഞി. പിന്നെ ആൾക്കാർ അതിനെ തേടിക്കൊണ്ട് വരും ഇവിടെ. ഏത് നമ്മൾ കറക്റ്റ് പള്ളിയിൽ നോമ്പ് തീർക്കുമ്പോൾ ടൈം ആകുമ്പോൾ ഉണ്ടാവും അങ്ങനത്തെ കഞ്ഞി. ಅಬ್ದುರ್ರಹಮಾನ್ ಉದ್ಯಾವರ, ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಂಜೇಶ್ವರ. ವಿಧಾನಸಭಾ ಚುನಾವಣೆಯಲ್ಲಿ ಸಕ್ರಿಯವಾಗಿ ಮತದಾರರು ಭಾಗವಹಿಸಲು ಜಿಲ್ಲಾಡಳಿತ ವ್ಯಾಪಕ ಪ್ರಚಾರ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಸಿದ್ಧಪಡಿಸಿದೆ. ಸ್ವೀಪ್ನ ಅಧಿಕೃತ ಲೋಗೋವನ್ನು ಜಿಲ್ಲಾಧಿಕಾರಿ ಅರ್ಜುನ್ ಪಾಂಡ್ಯನ್ ಸ್ವೀಪ್ ನೋಡಲ್ ಅಧಿಕಾರಿ ರದೀಶ್ ಪಿಲಿಕೋಡು ಅವರಿಗೆ ಹಸ್ತಾಂತರಿಸುವ ಮೂಲಕ ಬಿಡುಗಡೆ ಮಾಡಿದರು. ವಿಧಾನಸಭಾ ಚುನಾವಣೆಯಲ್ಲಿ ಸಕ್ರಿಯವಾಗಿ ಮತದಾರರು ಭಾಗವಹಿಸಲು ಜಿಲ್ಲಾಡಳಿತ ವ್ಯಾಪಕ ಪ್ರಚಾರ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಸಿದ್ಧಪಡಿಸಿದೆ. ಸ್ವೀಪ್ ಆಯೋಜಿಸಿರುವ ಜಿಲ್ಲಾ ಮಟ್ಟದ ಪ್ರಚಾರ ಕಾರ್ಯಕ್ರಮ ಓಟಾಯನಂ 2026 ಜಿಲ್ಲೆಯಲ್ಲಿ ಆರಂಭಿಸಲಾಗಿದೆ. ಸ್ವೀಪ್ನ ಅಧಿಕೃತ ಲೋಗೋವನ್ನು ಜಿಲ್ಲಾಧಿಕಾರಿ ಅರ್ಜುನ್ ಪಾಂಡ್ಯನ್ ಸ್ವೀಪ್ ನೋಡಲ್ ಅಧಿಕಾರಿ ರದೀಶ್ ಪಿಲಿಕೋಡು ಅವರಿಗೆ ಹಸ್ತಾಂತರಿಸುವ ಮೂಲಕ ಉದ್ಘಾಟಿಸಿದರು. ಜಿಲ್ಲಾ ಮಾಹಿತಿ ಅಧಿಕಾರಿ ಎಂ ಮಧುಸೂದನನ್, ಸಹಾಯಕ ಜಿಲ್ಲಾ ಮಿಷನ್ ಸಂಯೋಜಕರಾದ ಡಿ ಹರಿದಾಸ್, ಕೆಎಂ ಕಿಶೋರ್ ಕುಮಾರ್, ಜಿಲ್ಲಾ ಪ್ರೋಗ್ರಾಂ ವ್ಯವಸ್ಥಾಪಕ ಜಿತಿನ್ ಕೆಟಿ ಸಮಾರಂಭದಲ್ಲಿ ಉಪಸ್ಥಿತರಿದ್ದರು. ಯುವ ಜನರಲ್ಲಿ ಚುನಾವಣೆಯ ಬಗ್ಗೆ ಕಡಿಮೆಯಾಗುತ್ತಿರುವ ಆಸಕ್ತಿಯನ್ನು ಪರಿಗಣಿಸಿ ಎಲ್ಲ ಮತದಾರರನ್ನು ಮತಗಟ್ಟೆಗೆ ಕರೆತರುವ ಉದ್ದೇಶದಿಂದ ವಿವಿಧ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಯೋಜಿಸಲಾಗಿದೆ. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡು. ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ 66ರ ತಲಪಾಡಿ ನೀಲೇಶ್ವರ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ನಿರ್ಮಾಣದ ಸಮಯದಲ್ಲಿ ಸಂಭವಿಸಿದ ಎಲ್ಲ ಅಪಘಾತಗಳಿಗೆ ಹೆಚ್ಚಿನ ಪರಿಹಾರವನ್ನು ನೀಡಬೇಕು ಎಂದು ಮುಸ್ಲಿಂ ಲೀಗ್ ಕಾಸರಗೋಡು ಮಂಡಲ ಕಾರ್ಯದರ್ಶಿ ನಾಸರ್ ಚೆರ್ಕಳ ಒತ್ತಾಯಿಸಿದರು. ಅಪಘಾತಗಳನ್ನು ತಡೆಗಟ್ಟಲು ಸುರಕ್ಷತಾ ಮಾನದಂಡಗಳು ಹಾಗೂ ವ್ಯವಸ್ಥೆಗಳನ್ನು ನಿರ್ಲಕ್ಷಿಸಿದ ನಿರ್ಮಾಣ ಕಂಪನಿಗಳ ಕ್ರಮಗಳ ಬಗ್ಗೆ ತನಿಖೆ ನಡೆಸಬೇಕೆಂದು ನಾಸರ್ ಚೆರ್ಕಳ ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ಒತ್ತಾಯಿಸಿದರು. ನಿರ್ಮಾಣ ಕಂಪನಿಗಳು ನಿರ್ಮಾಣದ ಸಮಯದಲ್ಲಿ ಅಗತ್ಯವಿರುವ ಸುರಕ್ಷತಾ ಕ್ರಮಗಳಲ್ಲಿ ಕೇವಲ 25% ಮಾತ್ರ ಅನುಸರಿಸಿವೆ. ಇದು ಕಂಪನಿಗಳಿಗೆ ಕೋಟ್ಯಾಂತರ ರೂಪಾಯಿಗಳ ಲಾಭವನ್ನು ಗಳಿಸಿರಬಹುದು, ಆದರೆ ಪ್ರಯಾಣಿಕರು ಹಾಗೂ ಸಾರ್ವಜನಿಕರಿಗೆ ಭಾರೀ ನಷ್ಟವನ್ನುಂಟು ಮಾಡಿದೆ ಎಂದು ಪ್ರಮುಖ ಸಾಮಾಜಿಕ ಕಾರ್ಯಕರ್ತ ಹಾಗೂ ಅಭಿವೃದ್ಧಿ ಕಾರ್ಯಕರ್ತ ಕೆ ಸ್ಟಡೀಸಿನ ನಿರ್ದೇಶಕ ನಾಸರ್ ಚೆರ್ಕಳ ಹೇಳಿದರು. ನಿರ್ಮಾಣದ ಸಮಯದಲ್ಲಿ ಅನುಸರಿಸದ ನಿಯಮಗಳ ವಿವರವಾದ ಪರಿಶೀಲನೆಯನ್ನು ನಾಸರ್ ನಡೆಸಿದರು. ನಿರ್ಮಾಣದ ಸಮಯದಲ್ಲಿ ಬಳಸಬೇಕಾದ ವಿವಿಧ ಸುರಕ್ಷತಾ ಮಾನದಂಡಗಳಲ್ಲಿ 75% ಉಲ್ಲಂಘಿಸಿರುವ ನಿರ್ಮಾಣ ಕಂಪನಿಗಳ ಕಾರ್ಯಾಚರಣೆಯ ವಿಚಲನಗಳ ಬಗ್ಗೆ ತೀವ್ರ ಕಳವಳ ಹಾಗೂ ಪ್ರತಿಭಟನೆಯನ್ನು ವ್ಯಕ್ತಪಡಿಸಿದರು. ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ 66 ತಲಪಾಡಿ ಚೆಂಗಳ ರೀಚ್ ಅನ್ನು ಭಾರತದ ಪ್ರಧಾನಮಂತ್ರಿಗಳು ಕಳೆದ ದಿನ ಉದ್ಘಾಟಿಸಿದರು. ಉಳಿದಿರುವ ಚೆಂಗಳ ನೀಲೇಶ್ವರ ರಸ್ತೆ ಕೆಲವೇ ತಿಂಗಳುಗಳಲ್ಲಿ ಪೂರ್ಣಗೊಳ್ಳುತ್ತದೆ. ಆದರೆ ಈ ಹಂತದಲ್ಲಿ ಸುರಕ್ಷತಾ ಲೋಪಗಳಿಂದಾಗಿ ಯಾವುದೇ ಅಪಘಾತಗಳು ಸಂಭವಿಸದಂತೆ ನೋಡಿಕೊಳ್ಳಲು ಜಿಲ್ಲಾಡಳಿತವು ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಅಧಿಕಾರಿಗಳ ಮೇಲೆ ಒತ್ತಡ ಹೇರಬೇಕು. ನಿರ್ಮಾಣ ಕಂಪನಿಗಳು ತಕ್ಷಣ ಕ್ರಮ കൈಗೊಳ್ಳುವಂತೆ ಸ್ಪಷ್ಟ മാർഗസൂചിಗಳನ್ನು ನೀಡಬೇಕು ಎಂದು നാസർ ചെർക്കളം ഒത്തായിಸಿದರು. ദേശീയപാതയുടെ നിർമ്മാണ സമയങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചത്. മരണങ്ങൾ സംഭവിച്ചത് മാത്രമേ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അപകടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ചിലത് FIR രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലതും രേഖപ്പെടുത്താതെയും സ്വന്തം നിലക്ക് ചികിത്സ നടത്തിയും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് പറ്റിയ കേടുപാടുകൾ സ്വന്തം നിലക്ക് നടത്തിയൊക്കെ പോയിട്ടുണ്ട്. ഈ നഷ്ടങ്ങളൊക്കെ ജനങ്ങൾക്കാണ്, യാത്രക്കാർക്കാണ്. നിർമ്മാണ വേളകളിൽ പാലിക്കേണ്ടതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ 25% മാത്രമാണ് അവർ പാലിച്ചിട്ടുള്ളത്. 75% സുരക്ഷാ മാനദണ്ഡങ്ങൾ അവർ കാറ്റിൽ പറത്തിയിട്ടുണ്ട്. ഇത് ആരും റിപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് ജനങ്ങളുടെ ഭാഗത്തുനിന്നാണെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നാണെങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും ഉണർന്നു നിൽക്കേണ്ട ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ദേശീയപാത അധികൃതർക്ക് പൂർണ്ണമായി ഇതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിട്ട് പോലും നിർമ്മാണ കമ്പനികളുടെ മേൽ
ശക്തമായ സമ്മർദ്ദം പോയിട്ട് എളിയ സമ്മർദ്ദം പോലും ചെലുത്താൻ ഇത്രയൊക്കെ അപകടങ്ങൾ നടന്നിട്ടും ഇത്തരക്കാർ, ഈ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിർമ്മാണ വേളകളിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ദേശീയപാത അതിൻ്റെ വെബ്സൈറ്റിൽ അതുപോലെ തന്നെ നിർമ്മാണ കരാറുകളിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പാലിക്കാതെ വരുന്നത് കമ്പനികൾക്ക്, നിർമ്മാണ കമ്പനികൾക്ക് ഒരുപാട് ലാഭം, കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ യാത്രക്കാരായിട്ടുള്ള പൊതുജനങ്ങൾക്ക് ഇതുമൂലം ഒരുപാട് കഷ്ടനഷ്ടങ്ങളും പരിക്കുകളും മരണങ്ങളും സംഭവിക്കുകയും ചെയ്തതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ഇത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തുകയും കുറ്റക്കാർക്കെതിരെ ആവശ്യമായിട്ടുള്ള നിയമ നടപടികളും ഒപ്പം ഇതിൻ്റെ ഇരകൾക്ക് നഷ്ടപരിഹാരങ്ങളും നൽകണമെന്നുള്ളതാണ് കേസ് സ്റ്റഡീസ് കാസർഗോഡിൻ്റെ ആവശ്യം. കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് കേരള, അതിൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കേഴ്സ് ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കേഴ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ റോഡ് നിർമ്മാണം നടക്കുന്ന സമയത്ത് എത്ര റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കേഴ്സ് അവർ പതിച്ചിട്ടുണ്ട്. പലപ്പോഴും വലിയ വലിയ റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കേഴ്സ് അത് ബോർഡിലാണെന്നുണ്ടെങ്കിലും ഡിവൈഡറിലാണെന്നുണ്ടെങ്കിലും പതിക്കേണ്ടതിന് പകരം ചെറിയ ചെറിയ, അതും അപകടങ്ങൾ നടന്നതിന് ശേഷം മാത്രം ചെറിയ ചെറിയ റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കേഴ്സാണ് അവർ പതിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് നിർമ്മാണ കമ്പനിക്കൊപ്പം ഇത് ദേശീയപാതയുടെ അധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ടവർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിരുന്നു. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡು. ತ್ರಿಕರಿಪುರ ಕಕ್ಕುನ್ನಂ ತಾಳಿಚಲ ರೈತರ ಗುಂಪು ಪಾಳು ಬಿದ್ದ ಹೊಲದಲ್ಲಿ ಕೃಷಿ ಮಾಡಿ ಉತ್ತಮ ಫಸಲನ್ನು ನೀಡಿತು. ಅವರು ಕುಂಬಳಕಾಯಿ, ಸೌತೆಕಾಯಿ, ಬೆಂಡೆಕಾಯಿ ಹಾಗೂ ಸಿಹಿಗೆಣಸುಗಳ ಕೃಷಿ ಮಾಡಲಾಯಿತು. ಕಕ್ಕುನ್ನಂ ತಳಿಚಾಲ ಮುಚ್ಚಿಲೋಟು ದೇವಸ್ಥಾನದ ಬಳಿ 3 ವರ್ಷಗಳಿಗೂ ಹೆಚ್ಚು ಕಾಲ ಪಾಳು ಬಿದ್ದ ಹೊಲದಲ್ಲಿ ತರಕಾರಿ ಕೃಷಿ ಮಾಡುವ ಮೂಲಕ ನಾಡಿಗೆ ಮಾದರಿಯಾದರು. ಕಕ್ಕುನ್ನಂ ತಳಿಚಾಲ ರೈತರ ಗುಂಪಿನ ನೇತೃತ್ವದಲ್ಲಿ 50 ಸೆಂಟ್ ಹೊಲದಲ್ಲಿ ತರಕಾರಿ ಕೃಷಿ ಮಾಡಲಾಯಿತು. ತ್ರಿಕರಿಪುರ ಕೃಷಿ ಭವನದ ಕೃಷಿ ಸಹಾಯಕ ಕೆ ಸಜ್ಜಿತ ಸೇರಿದಂತೆ 8 ಜನರನ್ನು ಒಳಗೊಂಡ ಕೃಷಿ ಗುಂಪಾಗಿದೆ ತರಕಾರಿ ಕೃಷಿ ಮಾಡಿರುವುದು. ಕೃಷಿ ಇಲಾಖೆಯ ತರಕಾರಿ ಕೃಷಿ ಅಭಿವೃದ್ಧಿ ಯೋಜನೆ ಅಡಿಯಲ್ಲಿ ತರಕಾರಿ ಕೃಷಿ ನಡೆಸಲಾಯಿತು. ಸೌತೆಕಾಯಿ, ಕುಂಬಳಕಾಯಿ, ಮುಳ್ಳು ಸೌತೆ, ಬೆಂಡೆಕಾಯಿಯಂತಹ ತರಕಾರಿಯ ಜೊತೆಗೆ ಸಿಹಿಗೆಣಸು, ಕಲ್ಲಂಗಡಿ ಸಹ ಬೆಳೆಸಲಾಯಿತು. ಮುಚ್ಚಿಲೋಟು ದೇವಸ್ಥಾನದ ಬಳಿಯ ಹೊಲದಲ್ಲಿ ನಡೆದ ತರಕಾರಿ ಕೊಯ್ಲನ್ನು ತ್ರಿಕರಿಪುರ ಕೃಷಿ ಅಧಿಕಾರಿ ಎ ರೆಜಿನಾ ಉದ್ಘಾಟಿಸಿದರು. ತ್ರಿಕರಿಪುರ ಗ್ರಾಮ ಪಂಚಾಯತ್ 12ನೇ ವಾರ್ಡ್ ಸದಸ್ಯ ಟಿವಿ ಹರೀಶ್ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದರು. ವಿಎಂ ಬಾಬುರಾಜು, ಪಿವಿ ಪ್ರಭಾಕರನ್, ಪಿವಿ ದಾಮೋದರನ್, ಪಿ ಕುഞ്ഞിಕೃಷ್ಣನ್, ಸಿಪಿ ಗೋವಿಂದನ್ ಮುಂತಾದವರು ಮಾತನಾಡಿದರು. 2 ತಿಂಗಳೊಳಗೆ ಭತ್ತದ ಮೊದಲ ಬೆಳೆ ನಾಟಿ ಮಾಡಲು ಈ ಗುಂಪು ಸಿದ್ಧತೆ ನಡೆಸುತ್ತಿದೆ. ത്രികരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക, സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന പരിപാടിയുടെ ഉദ്ഘാടന വേദിയാണിത്. ഇവിടെ നമ്മുടെ തളിച്ചാലം എ ഗ്രേഡ് ക്ലസ്റ്ററിൻ്റെ അംഗങ്ങൾ ചേർന്ന് വർഷങ്ങളായിട്ട് തീരെ കൃഷി ചെയ്യാതിരുന്ന വയൽ ഇപ്പം പച്ചക്കറി കൃഷിയിലൂടെ കൃഷിയോഗ്യമാക്കിയിരിക്കുകയാണ്. മത്തൻ, വെള്ളരി, വെണ്ട, പിന്നെ തണ്ണിമത്തൻ, കക്കിരി ഇങ്ങനെയുള്ള പലതരം, കൂടാതെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉൾപ്പെടെ അവർ കൃഷിക്ക് വേണ്ടി, ഈ സ്ഥലം കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തു വരികയാണ്. പിന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടി ചേർന്നിരിക്കുന്നത്. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಚೆರುವತ್ತೂರು. ಕೊನೆಯಲ್ಲಿ ಮತ್ತೊಮ್ಮೆ ಮುಖ್ಯಾಂಶಗಳು. ಕಾಸರಗೋಡು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಎಂಎಲ್ ಅಶ್ವಿನಿ ಬಿಜೆಪಿ ಅಭ್ಯರ್ಥಿಯಾಗಿ ಸ್ಪರ್ಧೆ. ನಿರೀಕ್ಷೆಗಳು ಹಾಗೂ ಊಹೆಗಳ ನಡುವೆ ಅಶ್ವಿನಿಯ ಪ್ರವೇಶವು ಕಾರ್ಯಕರ್ತರಲ್ಲಿ ಸಂಭ್ರಮ. ಕಾಸರಗೋಡು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದ ಯುಡಿಎಫ್ ಅಭ್ಯರ್ಥಿಯಾಗಿ ಆಯ್ಕೆಯಾದ ಕಲ್ಲಟ್ರ ಮಾಹಿನ್ ಹಾಜಿ ಚುನಾವಣಾ ಪ್ರಚಾರವು ಅದ್ದೂರಿಯೊಂದಿಗೆ ಚಾಲನೆ. ಪ್ರಚಾರದ ಭಾಗವಾಗಿ ಕಾಸರಗೋಡಿನಲ್ಲಿ ನಡೆಯಿತು ರೋಡ್ ಶೋ.
ಕಣ್ಣೂರು ಅಬ್ದುಲ್ಲಾ ಮಾಸ್ಟರ್ ಮಂಜೇಶ್ವರ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಸ್ವತಂತ್ರ ಅಭ್ಯರ್ಥಿಯಾಗಿ ಚುನಾವಣಾ ಕಣಕ್ಕೆ ನೀಡಿದ ಭರವಸೆಯನ್ನು ಈಡೇರಿಸುವಲ್ಲಿ ಲೀಗ್ ನಾಯಕತ್ವ ವಿಫಲವಾದ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಮಂಜೇಶ್ವರದ ಪೊಸೋಟು ಸರ್ವಿಸ್ ರಸ್ತೆಯಲ್ಲಿ ತೆರೆದ ಗುಂಡಿಯಿಂದ ನಿರಂತರ ಅಪಾಯ, ಅಧಿಕಾರಿಗಳ ವಿರುದ್ಧ ಸಾರ್ವಜನಿಕರಿಂದ ಆಕ್ರೋಶ. ಕಾಸರಗೋಡು ಶ್ರೀ ಮಲ್ಲಿಕಾರ್ಜುನ ದೇವಸ್ಥಾನದ ವರ್ಷಾವಧಿ ಜಾತ್ರಾ ಮಹೋತ್ಸವಕ್ಕೆ ವಿದ್ಯುಕ್ತವಾದ ಚಾಲನೆ, ಬ್ರಹ್ಮಶ್ರೀ ಉಚ್ಚಿಲ ಪದ್ಮನಾಭ ತಂತ್ರಿ ಕಾರ್ಮಿಕತ್ವದಲ್ಲಿ. ಇಂದಿನ ವಾರ್ತಾ ಸಂಚಿಕೆ ಇಲ್ಲಿಗೆ ಮುಕ್ತಾಯವಾಯಿತು. ಮುಂದಿನ ವಾರ್ತಾ ಸಂಚಿಕೆಯೊಂದಿಗೆ ಮತ್ತೆ ಭೇಟಿಯಾಗೋಣ. ವಂದನೆಗಳು.